യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യം പോവാണോ? എന്താടോ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ കരുതി വിനയനെ ഉറക്കുമായിരിക്കുന്നു. അതൊക്കെ വെറുതെ. ഒന്നുകിൽ സത്യൻ ആരെയോ ഇവിടെ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ തനിച്ചെന്നെ അഭിമുഖീകരിക്കാനുള്ള ഭയം. ഭയോ? ഞാൻ വിനയനെ കാണാൻ തന്നെ എങ്ങോട്ട് വന്നത്. അല്ലെങ്കിലും വിനയനെ ഞാനെന്തിനു ഭയക്കണം? ശരിയാ, നീ എന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ ഒരു മനുഷ്യന് ഇങ്ങനൊരു അവസ്ഥ വരുത്തരുത്. ജന്മന കിടപ്പിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇന്നലെ വരെ അർമാദിച്ച് ജീവിച്ചിട്ട് ഇന്നിപ്പോ ഇങ്ങനെ ചത്തതിന് തുല്യ സത്യ. ഇതിലും നല്ലത് മരണ. അയ്യോ, അങ്ങനെ പറയാതെ വിനയ. ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടാ വിനയൻ രക്ഷപ്പെട്ടത്. ജീവിക്കണം. നിനക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റും, കാരണം നിന്റെ കൈക്കും കാലിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. വിനയ, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ എനിക്കറിയാൻ സത്യ. ഇവിടെ എന്നെ കാണാൻ വേണ്ടി വരുന്നവരൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. വിധിയാണ്, ജീവനെങ്കിലും കിട്ടിയല്ലോ, ചികിത്സിച്ച് ഭേദമാക്കാം, താമസിയാതെ പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും, കുന്താണ്, കുടച്ചക്രാണ്. പക്ഷേ ഇനി പഴയ പോലൊരു ജീവിതം അതൊരു സ്വപ്നം മാത്രമാണെന്ന് എനിക്കറിയാം സത്യ. എന്റെ വിനയ, ഇങ്ങനെ നിരാശപ്പെടല്ലേ. ഇതിപ്പോ പഴയ കാലമല്ല. നമ്മുടെ മെഡിക്കൽ രംഗം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിനെ തളർത്താതിരുന്ന ഉറപ്പായിട്ടും വിനയന് പഴയതുപോലെ തിരിച്ചു വരാൻ പറ്റും. പക്ഷേ വിനയനും അതിനൊരു ആത്മവിശ്വാസം വേണം, ധൈര്യം വേണം. പ്രതിസന്ധി മറികടക്കുമെന്ന ഉറച്ച വിശ്വാസം വേണം. അതൊക്കെ എനിക്കുണ്ട് സത്യ. ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ പണ്ടേ എനിക്കുണ്ട്. ഇതുവരെ എല്ലാ പ്രതിസന്ധിയും ഞാൻ മറികടന്നിട്ടുമുണ്ട്. ഇനി ഈ കണ്ടീഷനിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാനുള്ള ധൈര്യം വരെ ഞാൻ സംഭരിച്ചു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ എന്റെ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല സത്യ. മതി, അങ്ങനെയായിരുന്നാ മതി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്റെ ആരോഗ്യകാര്യത്തില് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും നിന്റെയും ചീരുവിന്റെയും കാര്യത്തില് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. എടാ വിനയ, നീ എന്തൊക്കെയാ പറയുന്നേ? അതെടാ, നീ എന്ന് എന്റെ വീട്ടിൽ വന്നില്ലേ, പക്ഷെ എന്റെ മുമ്പിൽ നീ അത് മറച്ചു വെച്ചു. വീട്ടിലെത്തി അവളോട് ചോദിച്ചപ്പോ അവളും മുഖത്ത് നോക്കി നിഷേധിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോ ഒരു പേടിയില്ലാതെ അവൾ എന്നോട് സത്യം പറഞ്ഞു. എടാ വിനയ, ചീരു നിന്നോട് സത്യം പറഞ്ഞില്ലേ വിനയ? സത്യമായിട്ടും അവളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു ഞാൻ അന്ന് വന്നത്. ഞാൻ അറിയാതെ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകാൻ നീ ആരടാ? നീ ഉരുളണ്ട. നീ കൊടുത്ത ധൈര്യത്തിലാ അവളെന്നെ ധിക്കരിച്ച് ജോലിക്ക് പോകാൻ തയ്യാറായത്. നീ ഒറ്റൊരുത്തനാ എന്റെ ജീവിതം താർത്തത്. എടാ വിനയ, പ്ലീസ്, നീ ഇങ്ങനൊന്നും പറയല്ലേ. എനിക്ക് ചീരുവിനെ സഹായിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ സഹായിച്ചല്ലോ. നീ അവക്ക് ചെയ്തു കൊടുത്ത സഹായാണല്ലോ എന്റെ ഈ കിടപ്പ്. വിനയ, എടാ, ഈ കിടപ്പ് കാണാനല്ലടാ നീ വന്നത്. കാണ്, കണ്ണറെ കാണ്, കാണാ. വിനയ, ഇപ്പൊ നമ്മൾ സംസാരിച്ച് ശരിയാവില്ല. നീ റെസ്റ്റ് എടുക്ക, ഞാൻ പിന്നെ വരാം. എന്നെ കാണാൻ വേണ്ടി ഒരുത്തനും വരണ്ട. നീ ഇനി അവളെ കാണാൻ വീട്ടിൽ വന്നാ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ആ വിധം കിടത്തിയില്ലേ എന്നെ. നീയോ അവളും ഇതിന് അനുഭവിക്കും.
അനുഭവിക്കാതെ പോവില്ല. അത്രയ്ക്ക് മനസ്സുരുകിയ ഞാൻ പറയുന്നേ. സത്യ, വിനയനെ കണ്ടോ? കണ്ടു. അല്ല, എന്താ സത്യ മുഖം വല്ലാതിരിക്കുന്നെ? അവൻ മോശമായിട്ടെന്തെങ്കിലും പറഞ്ഞോ? ആ, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇവനെല്ലാരെയും വെറുപ്പിക്കുമല്ലോ ദൈവമേ. സത്യ മോനെ, ക്ഷമിക്കണം. കൈയും കാലും തളർന്നിട്ടും അവൻ പഠിച്ചില്ല. ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും അവന് ബോധോദയുണ്ടാകുന്ന ആർക്കറിയാം? അങ്കിള് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? നല്ല ട്രീറ്റ്മെന്റ് കൊണ്ട് എല്ലാം ഭേദമാക്കി എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അറിയില്ല സത്യ, പ്രത്യേകിച്ചൊരു ഉറപ്പൊന്നും ഡോക്ടർ പറഞ്ഞില്ല. ഇനി വരും പോലെ വരട്ടെ, അല്ല എന്തു പറയാനും. മനസ്സിൽ നന്മയുള്ളൊരുത്തനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആദ്യം അവന്റെ മനസ്സ് നന്നാവട്ടെ, എങ്കിലേ ദൈവം പോലും അവനോട് കരുണ കാണിക്കൂ. എന്നാ അങ്കിള് മുറിയിലേക്ക് വെക്കോ, അവിടെ ആരുമില്ല. പെട്ടെന്ന് വിനയന് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഞാൻ പോട്ടെ. ശരി. അല്ല സത്യ, നിനക്കൊന്നും തോന്നരുതേ. ഇല്ല അങ്കിൾ, ഇല്ല. ശരി. എന്താ കുടിച്ചോട്ടോ? അയ്യോടാ, കറിയല്ലേ? മൂക്ക് വല്യമ്മ പാല് തരുമല്ലോ. ഇനി കുറച്ചു നേരം ആർച്ച മൂക്കൂടെ കൊടുക്കട്ടെ. ഓ ഓ ആ, കരയാണവാവേ. പാല് തരാട്ടോ. ഈ പാല് കുടിച്ചോ. അത് കൊള്ളാലോ. വല്യമ്മ ഭദ്രമോക്ക് പാല് തന്നതല്ലേ, ഇനി വേണോ വാവിക്ക്? അയ്യോ, ആഹാ, മക്കളുടെ അമ്മ വന്നല്ലോ. കേട്ടോ ചിരു, രണ്ടാളും നല്ല വാശിക്കാരികളാ. ഒരാൾക്ക് പാല് കൊടുക്കുമ്പോ അടുത്ത ആള് കരയും. കണ്ടില്ലേ? അമ്മയുടെ ഭദ്രകുട്ടി എന്തിനാ കരയുന്നേ? വല്യമ്മ മോക്ക് പാല് തന്നില്ലേ? എന്താച്ചാ വല്ലാതിരിക്കുന്നെ? നിങ്ങൾ വന്നോ? ഹോസ്പിറ്റലിലെ ബാലനങ്ങൾ കാണുമായിരിക്കും അല്ലേ? അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു അമ്മാവ? ശക്തമായ ഇലക്ട്രിക് ഷോക്കല്ലേ വിനയന്റെ ശരീരത്തെ സാരമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അവന്റെ ഇടത് ഭാഗം ചലിപ്പിക്കാനാകാത്ത വിധം തളർന്നു പോയിരിക്കുക. അയ്യോ, കേട്ടില്ലേ രഘുവേട്ടാ? വിനയൻ. രഘുവേട്ടൻ ഇത് കേട്ടിട്ട് ഒരു വിഷമവും തോന്നില്ലേ? വിഷമിച്ചിട്ട് എന്താ അമ്പലി? ഡോക്ടർ അന്ന് തന്നെ എന്നെയും ശബരിയും ഇന്ദ്രനെയൊക്കെ മാറ്റി നിർത്തി ഇങ്ങനൊരു സൂചന വന്നിരുന്നു. ചീരുവിനെ അമ്മാവനെ ഒന്നും കൂടുതൽ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞങ്ങളത് ആരോടും പറയാതിരുന്നേ. ചിലപ്പോ ട്രീറ്റ്മെന്റിലൂടെയൊക്കെ ശരിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അച്ഛാ, നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താ വിനയേട്ടന്റെ അസുഖം ഭേദമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ശ്രദ്ധയോടെയൊക്കെ ജീവിച്ച കാലക്രമേണ മാറ്റം ഉണ്ടായേക്കാം. ഏതായാലും പഴയ വിനയനെ ഇനി അതുപോലെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. മോളെ ചീരു, എന്തൊരു വിധിയാടി നിന്റത്. ഇനി നീയും കുഞ്ഞുങ്ങളും എങ്ങനെ മുന്നോട്ട് പോകും മോളെ? അമ്പലി, നീ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചവളെ തളർത്തല്ലേ? ചീരുവിന് നമ്മളില്ലേ? ഇനി നമ്മളാ ചീരുവിനെ മക്കളെ മുന്നോട്ട് നയിക്കണ്ടേ? ചേച്ചി തളരരുത്. വിനയേട്ടൻ ചേച്ചിയോടും മക്കളോടും ഇതുവരെ കാണിച്ച ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കും ഇപ്പൊ ലഭിച്ചത്. ഇതോടെ അദ്ദേഹം ഒരു പാഠം പഠിക്കും. ചിലപ്പോ ചേച്ചിക്കൊരു നല്ല ഭർത്താവിനെയും ഈ മക്കൾക്കൊരു നല്ല അച്ഛനുമായി മാറാൻ വിനയേട്ടന് കഴിഞ്ഞേക്കും. ഇല്ല മോളെ, വിനയൻ എന്ന മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അയാൾക്ക് ഒരിക്കലും ഒരു നല്ല മനുഷ്യനാവാൻ കഴിയില്ലെന്നതാ സത്യം.